കണ്ണൂരിൽ മദ്യലഹരിയിൽ അമ്മയോട് പരാക്രമവുമായി മകൻ. കസേരയോടെ അമ്മയെ വലിച്ചെറിഞ്ഞു. അക്രമത്തിൽ 88-കാരി ശാന്ത ഗുരുതരാവസ്ഥയിലാണ്. സംഭവത്തിൽ മകൻ സജീവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെയാണ് ചിലവിന് പണം നൽകാത്തത് ചോദ്യം ചെയ്തതിന് അമ്മയെ സജീവൻ എടുത്തെറിഞ്ഞത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, 80 വയസ്സ് കഴിഞ്ഞു അല്ലേ? എന്തൊരു കഷ്ടമാണ്. പാവം, വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്ത് 88 വയസ്സുള്ള ശാന്ത ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. കസേരയോടെ വലിച്ചെറിയുകയാണ്. അവരുടെ ആരോഗ്യം, അവർ വളർത്തിയത് ഒന്നും ഓർക്കാതെ ഒരു മകൻ എന്ത് ക്രൂരമായാണ് പെരുമാറിയത് അല്ലേ? തീർച്ചയായും കൃഷ്ണ, അത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന സംഭവം. അതായത് കണ്ണൂരിലാണ് മദ്യലഹരിയിൽ അമ്മയോടൊരു പരാക്രമം ഈ മധ്യവയസ്കനായ മകൻ കാണിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കസേരയോടെ അമ്മയെ വീടിന് പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. പള്ളിയാമൂലയിലെ 88-കാരിയായ ശാന്തയാണ് ഈ ആക്രമവുമായി ബന്ധപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. മകൻ സജീവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് വീട്ടുവരാന്തയിൽ അമ്മ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മകൻ വീട്ടു ചെലവിന് പൈസ നൽകാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ അത് ചോദിച്ചത് ഇഷ്ടപ്പെടാതെയാണ് ഈ സജീവൻ അമ്മയെ കസേരയോടുകൂടി വലിച്ച് വീടിന് പുറത്തേക്ക് എറിഞ്ഞത്. അമ്മയുടെ തലയടിച്ചാണ് വീണത്. അമ്മ ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ അമ്മ രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. കാരണം വീട്ടിലെ പടിയിലെങ്ങാൻ തലയിടിച്ച് വീണിരുന്നെങ്കിൽ അത് അമ്മയുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്നൊരു സാഹചര്യം ഉണ്ടായേനെ. എന്നാലും ഇപ്പോഴമ്മ ചികിത്സയിലാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ. ഈ അപകടനില തരണം ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. കൃഷ്ണരാജ്, അമ്മ എത്രയും പെട്ടെന്ന് അപകടനില തരണം ചെയ്യട്ടെ, വീണ്ടും സജീവമാകട്ടെ, മകൻ ശിക്ഷിക്കപ്പെടുകയും വേണം. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.